ഹായ്, ഞാനിപ്പോൾ ലാറ്റ്വിയ എയർപോർട്ടിലാണുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് പോവുക, പിന്നെ സ്വീഡനിലേക്ക്. അത് യൂറോപ്യൻ യൂണിയനിലുള്ള തന്നെ ഒരു കൺട്രിയാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ വിസ തന്നെ മതി അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ ഇതിപ്പോൾ 1 hour ഫ്ലൈറ്റാണ് അങ്ങോട്ടേക്ക്. സ്വീഡനിൽ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലോട്ടാണ് പോകുന്നത്. അവിടെ അത്യാവശ്യം നല്ല വലിയ സിറ്റിയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ബാക്കി വീഡിയോസൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഈ ലാറ്റ്വിയ എന്ന് പറയുന്നത് ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ നമുക്ക് ഈ ഷെങ്കൻ കൺട്രിയിൽ വരുന്ന 26 രാജ്യത്തും നമുക്ക് ഇവിടുത്തെ ഈ വിസ തന്നെ മതി. പിന്നെ അങ്ങനെ ഓരോ കൺട്രീസ് ഇങ്ങനെ പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഓരോന്ന് പോകണം ഇൻഷാ അല്ലാഹ്. ഇതാണ് ഞാൻ സ്വീഡനിലേക്ക് പോകാൻ പോകുന്ന ഫ്ലൈറ്റ്, റയനെയർ. ഇവിടെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് റയനെയർ, എയർ ബാൾട്ടിക്, അതൊക്കെയാണ്. ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ക്യൂ ആണ്. ബാക്കിലും ഉണ്ട്, ഫ്രണ്ടിലും. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സ്വീഡൻ എത്തി, സ്റ്റോക്ക്ഹോം. പിന്നെ ഇനി ഇവിടുന്ന് ഏകദേശം സിറ്റിയിലേക്ക് ഏകദേശം ഒരു 43 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ്സിലിട്ട് കയറിയിട്ട് അങ്ങനെ പോകണം. അതവിടെ ചീപ്പായിട്ട് ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞൊരു ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാനാണ് പ്ലാനിങ്. ഇവിടെ നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തെത്തി. പിന്നെ ഇവിടുന്ന് നേരെ ഇതിപ്പോൾ ബസ് സ്റ്റോപ്പ് എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്, അതോ ബാക്കിൽ ബസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ നേരെ നമ്മൾ സിറ്റി സെൻറ്ററിലോട്ട് പോകും, സ്റ്റോക്ക്ഹോം. അങ്ങനെ ബസ്സിന് കുറച്ച് വെയിറ്റിംഗ് വരും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളെ ബസ് വന്നു. ബസ്സിന് നേരെ ഇതാണ് ബസ്, ഫ്ലിക്സ് ബസ്. ഇതിൽ നേരെ സിറ്റി സെൻറ്ററിലോട്ട് പോകും, സ്വീഡൻ സിറ്റിയിലേക്ക്, സ്റ്റോക്ക്ഹോം സിറ്റിയിലേക്ക്. പിന്നെ അങ്ങനെ ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുക്കും അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഇതിൽ കയറി ഇങ്ങനെ പോകാം. അതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ഫ്ലിക്സ് ബസ് വേറെ കുറേ ബസ്സൊക്കെ ഉണ്ട്. നമുക്ക് ചീപ്പായിട്ട് ഇതാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബുക്ക് ചെയ്തത്. നല്ല അടിപൊളി പ്ലേസാണ്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബസ്സിൽ കയറുകയാണ്. കിടിലം ബസ്സൊക്കെ, ചീപ്പാണെങ്കിലും ഓക്കെയാണ്, സെറ്റ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുത്തു. പിന്നെ സൂര്യനൊക്കെ ഏകദേശം ഉദിച്ചു തുടങ്ങി. നൈസ്. അടിപൊളി സ്ഥലം. എയർപോർട്ടിൻ്റെ ഒരു സൈഡാണ് ഇതൊക്കെ. ഫ്ലൈറ്റൊക്കെ അവിടെ. റോഡൊക്കെ നൈസ്. ഒരു പഴയ ഫ്ലൈറ്റ് ഇവിടെ ഷോയ്ക്ക് വെച്ചാണ്.
ബ്രിഡ്ജസ് ചേർന്നിട്ടുള്ളൊരു സിറ്റിയാണിത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അതായത് ഒരു റെയിൽവേ സ്റ്റേഷനായത്. എയർപോർട്ടിൽ നിന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ, പെട്ടെന്ന് എത്തും. പക്ഷേ കുറച്ച് ഫെയർ കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ബസ് ചൂസ് ചെയ്തത്. നമുക്ക് പിന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ബഡ്ജറ്റാണ് പ്രധാനം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. Welcome to Stockholm City Terminal. അങ്ങനെ ഫൈനലി സ്വീഡൻ സ്റ്റോക്ക്ഹോമിലെത്തി. ഇതെൻ്റെ 4ാമത്തെ കൺട്രിയാണ്. ലാറ്റ്വിയ, ജർമ്മനി, നെതർലാൻഡ്സ്, പിന്നെ സ്വീഡൻ. ഏതായാലും അടിപൊളി. മോർണിംഗ് തന്നെ ഇവിടെ എത്തിയോണ്ട് നല്ല സൺറൈസൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായി. അതൊക്കെയാണ് ഏകദേശം ഒരു സിറ്റി സെൻട്രൽ. കുറച്ച് പഴയ ബിൽഡിങ്, ഇതൊക്കെ ഏകദേശം പുതിയതാണ്. നമ്മളിപ്പോൾ ഒരു ഓൾഡ് സിറ്റിയിലോട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് നോക്കാം. അടിപൊളി ബിൽഡിംഗ് ഒക്കെ, അടിപൊളി സിറ്റി സെൻട്രൽ. അടിപൊളി ആർക്കിടെക്ചറൊക്കെ, നൈസ് വ്യൂ. ഈ റാഡിസൺ ബ്ലോക്ക് എല്ലാ കൺട്രിയിലും ഉണ്ട്. നമ്മളെ ഇന്ത്യയിലായാലും അവിടെയുണ്ട്, ലാറ്റ്വിയയിലുണ്ട്. സിറ്റി സെൻട്രലിൽ തന്നെ വേറൊരു വശമായത്. ബിൽഡിങ്ങൊക്കെ രക്ഷയില്ല, അടിപൊളി. ഇതൊക്കെ ഏകദേശം ഒരു പഴയ സ്ഥലത്ത്. സൈക്ലോണുള്ള അടിയാണല്ലോ, അടിപൊളി. ഇവിടെ സിഗ്നലൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഒരുപാട് റോഡും കുറേ ജംഗ്ഷനും ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് ഐലൻഡുകളും കുറേ ബ്രിഡ്ജുകളും ഉണ്ട്. അതിലുള്ള ഒരു 2 ബ്രിഡ്ജാണ് ഇത്. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ബാക്കി നമുക്ക് അങ്ങനെ ഓരോ നടക്കുമ്പോൾ കാണുമായിരിക്കും, നോക്കാം. ഏതായാലും നൈസാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഞാൻ പോയാൽ വെച്ച് നെതർലാൻഡ്സ് ആയിരുന്നു കുറച്ചുകൂടി മുന്നിൽ തന്നെ. ഇതും അതൊക്കെ പോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ നടക്കുന്ന കടലിലൂടെയുള്ള കാഴ്ചകൾ. പിന്നെ ഒരുപാട് സൈക്കിളൊക്കെ ഉണ്ട് രാവിലെ തന്നെ. എല്ലാവരും ഇങ്ങനെ വർക്കിന് പോകുന്നൊക്കെ ആയിരിക്കും. ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. വ്യൂ ഒക്കെ നൈസാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി വരികയാണ്. ഇപ്പോൾ വിൻ്റർ ആയി തുടങ്ങുകയാണ്. ഇപ്പോൾ നവംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് വരും. എന്തായാലും ഇവിടെ അതുകൊണ്ടായിരിക്കും ബൈക്കൊന്നും കാണാനേ ഇല്ല, ഫുള്ള് സൈക്കിളാണ്. അതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. ഇത് കുറച്ച് പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഒരു ട്രെയിന് പോകുന്നതാണ്. ഇതിപ്പോൾ നമ്മളിവിടെ ഓൾഡ് സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടേ പറയുന്നത് ഗംലാസ്റ്റാൻ എന്ന് പറയും. അതാണ് ഇത് ഇവരുടെ ഓൾഡ് സിറ്റിക്ക് ഇവർ പറയപ്പെടുന്ന പേര്. ആ സ്ട്രീറ്റൊക്കെ അങ്ങോട്ടേക്കുള്ള വഴിയാണ്. ആ സ്ട്രീറ്റിലോട്ട് കയറി ഇതിൻ്റെ എൻഡിലൊരു അടിപൊളി സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിവിടെ ഗംലാസ്റ്റാനിലുള്ള ചെറിയൊരു മാർക്കറ്റാണിത്. അതവിടെ കുറേ സൈക്കിള് പോകുന്നു, വണ്ടി പോകുന്നു, ട്രെയിൻ പോകുന്നു, ആകാശത്തിലൂടെ വിമാനം പോകുന്നു. ഒരു കാഴ്ചയിലെല്ലാം. അവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട് നൈസായിട്ട്, നല്ല ഭംഗിയുണ്ട് അങ്ങോട്ടേ ഇങ്ങനെ കാണാൻ. ഇതൊക്കെ ഒരു ബോട്ടാണിത്, കുറേ ബോട്ടും അതും ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു സൈഡായിപ്പോൾ അതുപോലെ ആർക്കിടെക്ചറൊക്കെ ആയിട്ട്. ഞാൻ
നമ്മളിപ്പോൾ ഏത് യൂറോപ്യൻ കൺട്രീസിൽ പോയാലും അവിടെയൊക്കെ കുറച്ച് പഴയ ബിൽഡിങ്ങുകളുണ്ടാവും. എന്നാലും പഴയ കുറച്ച് കെട്ടിടമുണ്ടാവുമല്ലോ, ആ ഏരിയ ആണ് ഇത്. ഇവിടെ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലുള്ള കുറച്ച് പഴയ ബിൽഡിംഗ് എൻ്റെ ബാക്കിൽ കാണുന്നത്. അത് ഞാൻ വീഡിയോ എടുത്താണ്, അത് കാണിച്ചു തരാം. പിന്നെ എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ, നൈസ്. അതിപ്പോൾ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ കുറച്ച് പഴയ കുറേ ബിൽഡിങ്ങുകളുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ ചർച്ച്, പഴയ ചർച്ച്. അമ്മയ്ക്ക് സൈക്കിൾ ഇങ്ങനെ തള്ളി കൊടുക്കുക. എന്താ ഇപ്പം എൻ്റെ മുന്നിലുള്ള ഇവിടുത്തെ ഒരു പഴയ മ്യൂസിയമാണ്. അവിടെ നോബൽ പ്രൈസ് മ്യൂസിയം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഫേമസാണ്. ഞാൻ കുറേ വീഡിയോസിലും എല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ആ സ്ക്വയറിലെത്തി. ഇതാണ് ഞങ്ങളെ തപ്പി നടന്ന കുറച്ച് ബിൽഡിങ്. ഇത് ഭയങ്കര ഫേമസ് അവിടെ. ഇവിടുത്തെ ഈ സ്വീഡനിലത്തെ സ്റ്റോക്ക്ഹോമിലത്തെ ഫോട്ടോ എടുത്തൊക്കെ നോക്കിയാൽ ഇതൊക്കെ ഇങ്ങനെ കാണാം, പല കളറായിട്ട്. അടിപൊളി. പിന്നെ ഇപ്പുറത്തെ ആ മ്യൂസിയം ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു ചെറിയ സർക്കിളാണ്. ഇതിൻ്റെ ചുറ്റിലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. നൈസ്. ഇവിടെ ബാക്കിൽ കാണുന്നതാണ് ഞാൻ ഫസ്റ്റ് വരാൻ ഉദ്ദേശിച്ച സ്ഥലം. അതേതായാലും ഫസ്റ്റ് തന്നെ വന്ന് കണ്ടു. ഇനിയിപ്പോൾ അടുത്ത ഓരോ ലൊക്കേഷൻ തപ്പി അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാണ്. ഏതായാലും ഇവിടുന്ന് പോവാണ്. ഇതും എന്തോ ഒരു ഓൾഡ് ചർച്ചാണ്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഒരു പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇതൊക്കെ തന്നെ ഇങ്ങനെ കാണാം. കുളമൊക്കെ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണിത്. സ്വീഡൻ ഫ്ലാഗുകൾ പറക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ചർച്ച്. അടുത്ത് നമ്മൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു റോയൽ പാലസ്. അപ്പോൾ ആ പാലസിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതായത് സ്ട്രീറ്റൊക്കെ അടിപൊളിയാണ്, നൈസ്. എന്ത് രസമാണ് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ. നമ്മളിപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതേപോലെയാണ്. സ്ട്രീറ്റൊക്കെ വെരി നൈസ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരും അടിപൊളിയാണ് കേട്ടോ, നല്ല പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, നല്ല ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഏകദേശം ഇനി ഒരു 150 മീറ്റർ കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ റോയൽ പാലസിലെത്തും. അവിടെ എത്തിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ റോയൽ പാലസിലെത്തി. സൈ കാണുന്നതാണ് റോയൽ പാലസ്. കോമ്പൗണ്ടാണ് വരെ. അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇപ്പം കണ്ടല്ല കേട്ടോ പാലസ്, ഇതാണ് ഒറിജിനൽ പാലസ്. അടിപൊളി. അമ്പോ നല്ല സൈസ് ഉണ്ട് ഇത്. ഓ നൈസ്. ഇതൊക്കെ ഓരോ ഐലൻഡിലാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഗംലാസ്റ്റാൻ എന്ന് പറഞ്ഞ ഐലൻഡിലാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസ് അത്യാവശ്യം കവർ ചെയ്തിട്ട് പിന്നെ അടുത്തതിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ മാക്സിമം അങ്ങനെ കവർ ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പം നോക്കാം. അങ്ങനെ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് റോയൽ പാലസ്. ഇതിങ്ങനെ ഒരു സർക്കിളാണ്, ചുറ്റിലും അതിൻ്റെ ബിൽഡിങ്ങുകൾ. ഇതിപ്പം കണ്ടതാ. ഇതിപ്പോൾ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ താവും. ഇങ്ങോട്ട് പ്രൈവറ്റ് വണ്ടി മാത്രമേ കയറ്റി വിടൂ. അപ്പോൾ പിന്നെ അവർ ലോക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പാലസിൽ നിന്ന് ഇറങ്ങി എൻ്റെ ബാക്കിലുള്ളൊരു സർക്കിളായത്. ഓ ഇവിടുന്ന് നൈസ് വ്യൂ അങ്ങോട്ടേക്ക്, അടിപൊളി. ഇതെന്തോ ഒരു മോണമെൻറ്റുമാണ്. സെറ്റ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടാണ്, നൈസാണ്. അങ്ങോട്ട് ഇത് സീൻ്റെ ഒരു ഭാഗമാണ്. കുറേ ഷിപ്പും ബോട്ടൊക്കെ കാണുന്നുണ്ട് അവിടെ. ഷിപ്പല്ല, ചെറിയ ബോട്ടൊക്കെ. അങ്ങനെ നമ്മളിത് ഇവിടെ നടന്നെത്തി. ഒരു കിടിലം വ്യൂ. അവിടെ കാണുന്നതാണ് നാഷണൽ മ്യൂസിയം. അങ്ങോട്ടേക്ക് സമയം കിട്ടുമ്പോൾ പോകണം. നോക്കട്ടെ. അടുത്ത ഞങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് റൂം ഹണ്ടിങ്. അപ്പോൾ റൂമും തപ്പി ഇങ്ങനെ ഇറങ്ങിയതാണ് ഓരോ സ്ട്രീറ്റിൽ കൂടെ. അങ്ങനെ റൂം എടുത്തിട്ട് പിന്നെ ഫ്രഷായിട്ട് ബാക്കി ഇറങ്ങും.
ഇപ്പോൾ സ്ട്രീറ്റിലുള്ള കടകളൊക്കെ ഇങ്ങനെ ഓപ്പണായി ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ റഷ് ഇങ്ങനെ കൂടുമെന്ന് വിചാരിക്കാം. പിന്നെ ഞങ്ങളെപ്പോഴും ഇങ്ങനെ റൂം തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൂമൊന്നും നല്ലത് കൊണ്ട് സെറ്റ് ആവണില്ല. നോക്കാം. ഈ റൂം നോക്കുന്നതിലുപരി ഈ സ്ട്രീറ്റൊക്കെ കാണാനും കൂടിയാണ് കേട്ടോ. അല്ലാണ്ട് കിട്ടുന്ന റൂമിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ റൂം ഓരോന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതൊരു മെയിൻ ഹൈവേമേലെത്തി. എല്ലാം അടിപൊളിയാണ്. അടിപൊളി നല്ലൊരു ചർച്ചൊക്കെ അതാ അവിടെ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നു. ഒരുപാടുണ്ട് കേട്ടോ നടന്ന് കറങ്ങാൻ. സെറ്റ് വ്യൂ ആണ്. നമ്മളിങ്ങനെ മാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക. ഇനിയിപ്പോൾ അടുത്ത ബ്രിഡ്ജ് കയറാൻ പോവാ. ആ ഫ്രണ്ടിൽ അതാണ് ഇവിടുത്തെ ഒരു ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഈ കുറേ ഐലൻഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ കുറേ ബ്രിഡ്ജസ് ഉണ്ട്. അതേതായാലും അടിപൊളിയാണ്. അവിടെയൊക്കെ ഒരു പഴയ ബിൽഡിങ് അതാണ്. അവിടെ കാണാനാണ് സ്റ്റോക്ക്ഹോം സിറ്റി ഹാൾ എന്ന് പറയും. അങ്ങോട്ടേക്ക് പോകണം. സമയമായിട്ട് ഇറങ്ങണം അങ്ങോട്ടേക്ക്. അതിൻ്റെതായി പാലം കയറി മുന്നോട്ടേക്ക് ഇങ്ങനെ നടക്കുക. ചുറ്റിലുള്ള കാഴ്ച കാണിച്ചത് അവിടെ കുറച്ച് പുതിയ ബിൽഡിങ്ങാണ്. കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെതായി ഇവിടെയൊക്കെ കുറച്ച് പഴയ വിൻറ്റേജ് ഏരിയ. ഇതൊക്കെ കുറച്ച് പുതിയ കുറേ ബിൽഡിങ്ങുകൾ. അടിപൊളി. ഇതൊരു ബ്രിഡ്ജാണ്. അതിൻ്റെ താഴെ അവിടെ ഒരു ടാക്സിയാണത്. ബോൾട്ടിൻ്റെ പിന്നെ പോഷെ ടൈക്കാൻ. ഇതൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ. അടിപൊളി ലക്ഷറി ലൈഫ്. പിസ്സ ഹട്ട്, 7-Eleven അതൊക്കെയാണ് ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഇവിടുത്തെ മെയിൻ സെൻട്രൽ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല റഷുള്ളൊരു ഏരിയ. കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ട്. ഞങ്ങൾ ഈ റൂം നോക്കുന്നതിൻ്റെ ഇടയിലേ പിന്നെ ഒരു കാര്യം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ H&M ക്ലോത്തിങ് ഇല്ലേ, അതിൻ്റെ പിന്നെ അതിൻ്റെ ഒറിജിൻ ഓഫ് കൺട്രി എന്ന് പറയുന്നത് സ്വീഡനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹോം ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഓരോ സ്ട്രീറ്റിലെത്തുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ബാക്കിലൊക്കെ കാണാം. എന്താ രസം. പിന്നെ ഈ സ്ട്രീറ്റ് കണ്ടതാ പൊളി. ഇതാണ് H&M ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു ഹോം ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഈ സ്ട്രീറ്റൊക്കെ ഏതാ ലെവല്. നല്ല റഷുമാണ്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ. അടിപൊളി. ഇതാണ് H&M. എന്തായാലും കയറും. അങ്ങനെ H&Mലോട്ട് കയറുകയാണ്. കളക്ഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ H&Mന്ന് ഇറങ്ങിയിട്ട് സ്ട്രീറ്റിലോട്ട് തന്നെ പിന്നെ ഇറങ്ങി. അങ്ങോട്ടൊക്കെ നല്ല നല്ല അടിപൊളി സ്ട്രീറ്റാണ് അതൊക്കെ. അതേപോലെ ഇവിടെ സെയിം അടിപൊളി. അവിടെയൊക്കെ ഫുള്ള് സെറ്റപ്പാണ്. അടിപൊളിയാണ്. ഇതൊക്കെ എങ്ങനെ ഇപ്പോൾ പറയാനറിയില്ല. അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ സെറ്റ്. ഇവിടെ ആൾക്കാരും വളരെ നൈസാണ്. അങ്ങനെ സംസാരിക്കാനാണെങ്കിലൊക്കെ ഓക്കെയാണ്. ഒരു സീനും ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു സർക്കിളിലാണുള്ളത്. അതൊന്ന് ഞാൻ ചുറ്റി കാണിക്കാം. ഏത് സൈഡിലേക്ക് നോക്കിയാലും നൈസാണ്. പൊളി. ഏതായാലും ഈ സെൻട്രൽ ഏരിയ നൈസാണ്. അടിപൊളി. ചുറ്റുപാടും. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ പോവാണ്. റിട്ടേൺ പോവാം. ഇനിയിപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം. റൂം എടുത്തിട്ട്
നൈറ്റ് എങ്ങാനും ഇറങ്ങണം ഒന്നും കൂടെ. ഇതാണ് ശരിയായ കറങ്ങുന്ന ചെയർ. ഏതാണ് പൊളി. പിള്ളേരൊക്കെ കറങ്ങിയിരിക്കണം അവിടെ. ഇവിടെയും കുറേ ബ്രിഡ്ജുകളൊക്കെ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു ബ്രിഡ്ജ് കയറിയതാ. ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിൽ കൂടെ കുറേ സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ട്. അടിപൊളി ബിൽഡിങ്ങുകളും. അങ്ങനെ റൂമും തപ്പി ഒരു അത്യാവശ്യം നല്ല സ്ട്രീറ്റിലെത്തിയാണ്. ഇവിടെ തന്നെ റൂം നോക്കി എടുക്കണം. എല്ലാ സ്ട്രീറ്റും അടിപൊളിയാട്ടോ എല്ലാം. ഇപ്പോൾ ഏകദേശം നൈറ്റായി തുടങ്ങി ഇവിടെ. പിന്നെ നേരത്തെ റൂമൊക്കെ എടുത്ത് അതിൻ്റെ കുറച്ച് ഇതില്ലായിരുന്നു. റൂമെടുത്ത് കുറച്ച് നേരം കിടന്നുറങ്ങി. ഇപ്പോൾ വീണ്ടും ഇറങ്ങിയതാണ് നൈറ്റ് ഔട്ടിങ്. അപ്പോൾ നമ്മൾ നൈറ്റ് നമ്മളെ സിറ്റിയും സ്ട്രീറ്റൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ സ്റ്റോക്ക്ഹോമിൽ റൂം നോക്കിയെന്ന് പറഞ്ഞാൽ Booking.comലും നോക്കി, പിന്നെ Airbnbയിലും നോക്കി. അങ്ങനെ Airbnbയിലാണ് കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആ റൂം എടുത്തു. അടിപൊളിയാണ്, നല്ല സ്റ്റേ. പിന്നെ ഇപ്പോൾ നൈറ്റ് കൊണ്ട് ഇറങ്ങിയതാണ്. നോക്കട്ടെ, നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ സിറ്റി സെൻറ്റർ എത്താനായി. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോകാം. അതാണ് പ്ലാൻ. ഏതാ വ്യൂ, നൈറ്റ് സെറ്റാണ്. അങ്ങനെ നമ്മൾ ഏകദേശം സിറ്റി സെൻറ്ററിലോട്ട് എത്തി. അതാണ് റെയിൽവേ സ്റ്റേഷൻ, സിറ്റി സെൻറ്റർ. അടിപൊളി വ്യൂ. കുറച്ചുകൂടി നേരെ മുന്നോട്ട് പോയി നോക്കാനാണ് പ്ലാൻ. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഒരു അത്യാവശ്യം എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ഇപ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ ലാറ്റ്വിയയിലാണെങ്കിൽ ലാറ്റ്വിയനാണ് കൂടുതലും അവർ സംസാരിക്കുക. ജർമ്മനിലാണെങ്കിൽ ജർമ്മനാണ്. പക്ഷെ ഇവിടെ ഒരു എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നല്ല ആൾക്കാരുമാണ്, വലിയ സീനില്ല. ഇങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് എത്തി. ഇത് ട്രാം പോകുന്ന വഴി. ഇതൊക്കെ നൈറ്റ് നൈസാട്ടാ. പിന്നെ അടിപൊളി. ഇവിടെ നമ്മൾ ഈവനിങ് വന്നിട്ടുണ്ട്. ഇവിടെ സാധനമൊക്കെ H&Mൻ്റെ അടുത്ത് ഒരു ഭക്ഷണം തപ്പി ഇറങ്ങിയതാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നോക്കാം ഏതാ നല്ല റെസ്റ്റോറൻ്റ് ഉള്ളതെന്ന്. നമ്മൾ ആ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തുള്ളൊരു സ്ട്രീറ്റിലോട്ട് കയറിയതാണ്. പിന്നെ പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ 8 മണിയായിട്ടുള്ളൂ. പക്ഷേ ഒരുവിധം കടകളൊക്കെ അടച്ച്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സ്ട്രീറ്റ് തെറ്റിപ്പോയി. ഇനിയിപ്പോൾ റിട്ടേൺ പോയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും നോക്കണം. ഇത് സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് കടകളൊക്കെ അടിച്ചുള്ളൂ. പക്ഷേ ഇവിടെ കുറച്ച് ഓണാണ്. ഇവിടെ പരിപാടി അങ്ങനെയല്ല, ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ആ സ്ട്രീറ്റ് ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇവിടെ ഒരു പഴയ ക്ലോക്ക്, അങ്ങനത്തെ കുറേ സെറ്റപ്പ്. പെട്ടെന്നൊരു ലൈറ്റൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോലെ. ഫ്രണ്ടിലൊരു വലിയ ഗേറ്റൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഇത് വേറെ ലെവല് സ്ഥലം. ഫുള്ള് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവും. പെട്ടെന്ന് ലൈറ്റ് കൂടുതൽ വന്നിട്ട് അത് അടിപൊളി. അങ്ങോട്ടേക്ക് അങ്ങനെ ഇതാ വീണ്ടും ഒരു ബ്രിഡ്ജിലേക്ക്. ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് ഒരു ശരിയായ വ്യൂ നമുക്ക് കിട്ടുന്നത്. ലോങ്ങായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ട് ഇത് ഇതൊക്കെ ഒരു ടെറർ സ്ഥലം പോലെ നൈസാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഈ ഗേറ്റ് കയറാൻ പോണ്. ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഇതൊക്കെ താന്നു പോട്ടാ കാറിലൊക്കെ വരുമ്പോൾ. പക്ഷെ പ്രൈവറ്റ് വണ്ടിയൊക്കെ അങ്ങോട്ട് കയറ്റി വിടും. പ്രൈവറ്റ് അല്ല, അവരുടെ വണ്ടി. അയ്യോ പൊളി. എന്താ അവിടെ രാവിലെ ഒരു പാലസ് കാണിച്ചില്ല, റോയൽ പാലസ്. അതിൻ്റെ ഒരു ബാക്ക് സൈഡായത്. പക്ഷെ ഇത് നേരത്തെ കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിനി റിട്ടേൺ തന്നെ നടക്കുകയാണ്. അതിൻ്റെ ഇതിലേക്ക് തന്നെ പിന്നെയും കയറി. അവിടെ ഞങ്ങളുടെ വ്യൂ ഒക്കെ അടിപൊളി. ക്യാമറയിൽ ഇത്രയൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് മുന്നോട്ട്. ഇവിടെ നിന്നുള്ളൊരു സിറ്റിയിലെ ഒരു വ്യൂ കാണിച്ചില്ല. അടിപൊളി. പക്ഷെ ഇതൊക്കെ വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പൊളി. വൈഡ് ആംഗിൾ ആക്കുമ്പോൾ ക്ലിയറും പോകുന്നുണ്ട് അല്ലേ.
അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റ് പോയി കഴിഞ്ഞ് അടുത്ത സ്ട്രീറ്റിലോട്ട് കയറി. നമ്മൾ ഈവനിങ് വന്ന H&Mൻ്റെ ഫ്രണ്ടിലൂടെ. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ 2 വ്യൂവും കാണണം. ഐ മീൻ ഡേ ടൈമിലുള്ളൊരു വ്യൂവും വേണം, പിന്നെ നൈറ്റും. രണ്ടും വേറെ വേറെ ലെവലാണ്. സെറ്റ്. അങ്ങനെ നമ്മൾ നടന്ന് വേറൊരു മെയിൻ ഹൈവേമിലെത്തി. സെറ്റ്. നമ്മളൊരു ഫുഡ് കോർട്ട് ഇങ്ങനെ തപ്പി അതായത് സ്ഥലം സിറ്റി ഫുഡ് ഹാൾ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ കഴിക്കുക. അതാണ് സെറ്റപ്പ്. നമ്മൾ കയറി നോക്കാം. ഇവിടെ നമുക്ക് പറ്റ ഫുഡൊന്നുമില്ല. ഏകദേശം ഇവിടെ ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. ഇനി അടുത്ത ലൊക്കേഷൻ ഏകദേശം 8:45 ഇവിടെ. അപ്പോൾ ഇതിന് ക്ലോസ് ചെയ്ത് ഇവിടെ ഏകദേശം. ഇനി ബാക്കി വേറെ എവിടെയെങ്കിലും നോക്കാം. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി നോക്കാം. അങ്ങനെ നമ്മൾ പിസ്സ ഹട്ടിലാണ് ലാസ്റ്റ് കയറിയത്. അങ്ങനെ ഓൺലൈനായിട്ട് ഓർഡറൊക്കെ ചെയ്ത് അങ്ങനെ പിസ്സൊക്കെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു അൺലിമിറ്റഡ് പിസ്സൻ്റെ ഒരു ഓഫറുണ്ട്. എന്ന് വെച്ചാൽ എവിടെ വെച്ചാണ് 3 മണി മുതൽ 5 മണി വരെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. നൈറ്റ് ആയതുകൊണ്ട് ആ ഓഫറില്ല. അതുകൊണ്ട് പിസ്സ കഴിച്ചിട്ട് പിന്നെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കും. പിന്നെ നാളെ. അങ്ങനെ നമ്മളെ പിസ്സ വന്നു. ചിക്കൻ സുപ്രീം. അങ്ങനെ ഇതാണ് നമ്മുടെ ഡിന്നർ. പിസ്സ കഴിക്കാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റ്. അങ്ങനെ പിസ്സ ഹട്ടിന്ന് നല്ല ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോവാണ്. പിസ്സ കഴിച്ച് ഇറങ്ങിയപ്പോൾ പിന്നെ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം മെയിനായിട്ടുള്ള സെൻട്രലുള്ള സ്ഥലങ്ങളൊക്കെ പോയി. പിന്നെ അത് ഡേ ടൈമും പോയി നൈറ്റും പോയി. രണ്ടും ഡിഫറെൻറ്റ് വ്യൂ ആണ്. പിന്നെ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പിന്നെ അങ്ങനെ ഇന്നത്തെ ഓൾറൗണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്തായാലും പുതിയ സിറ്റി വന്നാൽ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരും. എന്നാലും ഒരുവിധം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി കണ്ട്. പിന്നെ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നാളെ ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.